Doing? Hope you are all doing good. And നിങ്ങളുടെ OET എക്സാംസ് ഒക്കെ എങ്ങനെ പോകുന്നു? ആൻഡ് നാളെ ഒരു OET എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എന്തായി? എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർഡ് ആയോ? വെൽ പ്രിപ്പയർഡ് ആണോ എക്സാമിന് വേണ്ടിയിട്ട്? എനിവേ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. യെസ്, സോ യെസ്, ടെൽ മീ. ആൻഡ് നമ്മൾ ഇന്നും OET റൈറ്റിങ്ങിൻ്റെ ഒരു ലൈവ് സെഷനാണ്, റൈറ്റിങ്ങിൻ്റെ ഒരു കേസ് നോട്ട് ട്രാൻസ്ഫർമേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ. യെസ്, പ്ലീസ് ലെറ്റ് മീ നോ അബൌട്ട് യുവർ OET examination and how you prepared for your examination. Are you confident enough to attempt tomorrow's exam? Yeah. Hi. Yes. Chitra. Hi Chitra. Jismi. Good evening. Jismi, Shiji, Shilji, Francis. Hi Shilji. And tell me about your examination, your preparation, everything. And നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാം ഫൈനൽ പ്രിപ്പയർ ചെയ്ത് സെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് I'll be giving some small tips for writing. Okay? Ajmal. Hi Ajmal. Yes, I'm just waiting for people. Sharu or Saru, I'm not sure. Hi. How are you? Yes, let's wait for another minute. Okay, എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. എക്സാം പ്രിപ്പറേഷനൊക്കെ എന്തായി? പ്ലീസ് ലെറ്റ് മീ നോ. വാട്ട് അബൌട്ട് യുവർ എക്സാം പ്രിപ്പറേഷൻസ്? ആർ യു കോൺഫിഡൻറ്റ് ഇനഫ്? ആൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എക്സാം എഴുതുന്നവരോട് ഞാൻ പ്രത്യേകം പറയുവാണ്, നിങ്ങൾക്ക് ടോട്ടൽ 45 minutes ആണ് ടൈം ഉള്ളത്. സോ ആദ്യത്തെ 5 minute യു ഹാവ് ടു റീഡ് ദ കേസ് നോട്ട്. നിങ്ങൾ ആദ്യത്തെ 5 minute കേസ് നോട്ട് വായിക്കുവാണ്. ആൻഡ് പിന്നെയുള്ള 40 minute നിങ്ങൾ റൈറ്റിങ് ചെയ്യുക, എഴുതുവാണ് ലെറ്റർ. അന്നേരം ഒരു ലാസ്റ്റ് ഒരു 38 minute കൊണ്ട് അല്ലെങ്കിൽ ഒരു 37 minute കൊണ്ടെങ്കിലും എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിങ് 2 or 3 minutes ടു പ്രൂഫ് റീഡ്. നിങ്ങൾ എഴുതിയ കാര്യം ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ബിക്കോസ് ലെറ്റർ എഴുതുമ്പം എപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു പ്രൂഫ് റീഡ് യുവർ ലെറ്റർ, ഓക്കെ, ആഫ്റ്റർ യുവർ എക്സാമിനേഷൻ. ബെനീറ്റ, ഗുഡ് ഈവനിങ് ബെനീറ്റ. ലയ ഷിബു, ഹായ് ലയ. യെസ്, സോ ഇതെല്ലാം ശ്രദ്ധിക്കുക. പ്രൂഫ് റീഡ് ചെയ്യേണ്ടത് മസ്റ്റാണ്. കാരണം നമ്മൾ ചിലപ്പം 2 വേർഡ്സ് അറിയാതെ എഴുതി, അടുത്തടുത്ത് എഴുതി, ആൻഡ് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എഴുതി വന്നപ്പം ക്വയറീസിൻ്റെയോ സിൻസിയർലിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ടുള്ളതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്ന് കാണും. സോ അങ്ങനെ ഒരുപാട് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാകുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. Yes, Tess Sachin. Hi Tess. So happy to see you. Yes. So we are going to start our writing session. So ഇന്ന് നമ്മളൊരു കേസ്, നമ്മൾ കഴിഞ്ഞ ലൈവ് വരെ നമ്മൾ 2-3 ലൈവായിട്ട് നമ്മൾ ഓരോ കേസ് നോട്ടിൻ്റെയും കുറച്ച് പോർഷൻസ് അല്ലെങ്കിൽ കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്ലാൻ ഇങ്ങനെ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് എഴുതുമായിരുന്നു. ആൻഡ് ടുഡേ നമുക്കൊരു എൻറ്റയർ കേസ് നോട്ടാണ്, ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് എഴുതുന്നത്. ഓക്കെ, സോ ലെറ്റ് സീ. സോ വി ഹാവ് ദിസ് കേസ് നോട്ട് ആൻഡ് ഫസ്റ്റ്
So first, we have writing task here. We have to read the writing task. And before that, let me tell you one thing. നമ്മൾ ആദ്യത്തെ 5 മിനിറ്റ്സിൽ കണ്ടുപിടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുവാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് വായിക്കുന്ന സമയത്ത്? We have to find the purpose of the letter. പർപ്പസ് കണ്ടുപിടിക്കണം, റീസൺ കണ്ടുപിടിക്കണം, then name of the reader, റീഡറിൻ്റെ പേര് നമ്മൾ കണ്ടുപിടിക്കണം, then പേഷ്യൻറ്റിൻ്റെ നെയിം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പേഷ്യൻ്റ്, അല്ലെങ്കിൽ റീഡറിൻ്റെ പ്രൊഫഷൻ എന്താണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പേരെന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം, ദെൻ ടൈപ്പ് ഓഫ് ലെറ്റർ, എന്ത് ടൈപ്പ് ലെറ്റർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, നോൺ ആണോ അൺനോൺ കേസ് ആണോ എന്ന് കണ്ടുപിടിക്കണം, then we have to pick up all the relevant points and needs to avoid all the irrelevant points. Relevant points pick ചെയ്യുക, irrelevant points avoid ചെയ്യുക. And then we have to find out, അല്ലെങ്കിൽ we have to find out proper organization for the case note. Proper ആയിട്ട് എങ്ങനെ ഓർഗനൈസേഷൻ ചെയ്യാം, ഏത് ഓർഗനൈസേഷനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അക്കോർഡിംഗ് ടു ദി പ്രയോറിറ്റി ഓഫ് ദി റീഡർ, അല്ലെങ്കിൽ റീഡറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി യു ഹാവ് ടു ട്രാൻസ്ഫോം യുവർ കേസ് നോട്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ 5 മിനിറ്റിൽ കണ്ടുപിടിക്കാനുള്ളതാണ്. സോ ഈ ഒരു കേസ് നോട്ടിൽ നിന്നും ഐ വിൽ ഗിവ് യു സം ടൈം ടു ഫൈൻഡ് ഔട്ട് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, വിൽ ബി ഡൂയിങ് ദി എൻറ്റയർ കേസ് നോട്ട് ടുഡേ. ആൻഡ് എക്സാം എഴുതുന്നവർക്കാണെങ്കിൽ ഇതൊരു ഒരു നല്ലൊരു ലേണിംഗ് ടൈം ആയിരിക്കും. ബിക്കോസ് ടുമോറോ യു ആർ ഗോയിങ് ടു റൈറ്റ് യുവർ എക്സാമിനേഷൻ ആൻഡ് യു വിൽ ഹാവ് ഒരു ബ്രീഫ് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ്, for that purpose, whenever you get a case note, you try to read the writing task first. നമ്മൾ ആദ്യം writing task ആണ് വായിക്കുന്നത്. So you have writing task here, and meanwhile please let me know, is this visible or not? Okay, so can you all read this? If not, I'll just read it for you. So you just want to read the writing task. Okay, yeah, you can read. Write a referral letter to Dr. Peter Robert, pediatric oncologist, Spirit Hospital, London, for ongoing treatment and management for Jasmine. Is this visible? Visible ആണോ എന്ന് പറയണം. Yeah. Write a referral letter to Dr. Peter Robert, pediatric oncologist, Spirit Hospital, London, for ongoing treatment and management for Jasmine. So that is the writing task. Okay, and then you have to read the entire writing task from the very beginning. Before that, ഇത് വായിക്കാത്തവർക്ക് ഒന്നുകൂടി ഞാൻ കാണിക്കുവാണേ. റൈറ്റ് എ റെഫറൽ ലെറ്റർ. സോ ഇത് റെഫറൽ ലെറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പീറ്റർ റോബർട്ട് പറഞ്ഞിട്ടുണ്ട്, പീഡിയാട്രിക് ഓൺകോളജിസ്റ്റ്, സ്പിരിറ്റ് ഹോസ്പിറ്റൽ ലണ്ടൻ, ഫോർ ongoing treatment and management for Jasmine വേണ്ടിയിട്ട്. Okay, good. So you have some time to read the entire case note from the beginning. You can just read it meanwhile. Okay, എവിടെയെങ്കിലും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ please let me know. You can read this. You are a pediatric nurse. From there you can read. Okay. Please read the case note from the beginning. Yeah. Yeah, you can read this. You are a pediatric nurse looking after Jasmine Knowles, a 3-year-old child with pneumonia and recently diagnosed leukemia. So recent ആയിട്ട് ഡയഗ്നോസ് ചെയ്തത് ലുക്കീമിയ ആണ്. നമ്മളൊരു പീഡിയാട്രിക് നേഴ്സ് ആണ്, ലുക്കിംഗ് ആഫ്റ്റർ ജാസ്മിൻ നോൾ. സോ നമ്മുടെ പേഷ്യൻറ്റ് ജാസ്മിൻ നോൾസ് ആണ്, 3-year-old child with pneumonia and recently diagnosed leukemia. So patient Jasmine Knowles, age 3 years, diagnosis acute pneumonia, leukemia ആണ്. Okay, so from this letter, could you please tell me what is the purpose and reason? ഇതിൽ ഈ ഒരു കേസ് നോട്ടിൻ്റെ പർപ്പസും റീസണും എന്താണെന്നുള്ളത് ഒന്ന് പറയാമോ? വാട്ട് ഈസ് ദ പർപ്പസ് ആൻഡ് റീസൺ? നമ്മളിത് കണ്ടു, പേഷ്യൻറ്റിൻ്റെ പേരും കാര്യങ്ങളെല്ലാം കണ്ടു. റീസെൻ്റ്ലി ഡയഗ്നോസ്ഡ് ലുക്കീമിയ ആണ്, ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ആൻഡ് റൈറ്റിംഗ് ടാസ്കിൽ യു ക്യാൻ സി പീഡിയാട്രിക് ഓൺകോളജിസ്റ്റിനാണ് ലെറ്റർ എഴുതുന്നത് ഫോർ ഓൺഗോയിങ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഫോർ ജാസ്മിൻ. സോ വാട്ട് ഈസ് ദ പർപ്പസ് ആൻഡ് റീസൺ? Purpose and reason of this letter.
Reha. Hi Reha. Sania. Yeah. Yes. What is the purpose and reason of this letter? Yes. You can just comment down. Purpose and reason. Purpose എന്താണ്? ഫസ്റ്റ് പറ പർപ്പസ് എന്താണ്? പർപ്പസ് എന്ന് പറയുന്നത് എന്ത് സഹായമാണ് റീഡർ പേഷ്യൻറ്റിന് ചെയ്തു കൊടുക്കേണ്ടത്, അതാണ് പർപ്പസ്. ഇവിടെ നമ്മുടെ പേഷ്യൻ്റ് ജാസ്മിൻ നോൾസ് ആണ്, ഒരു 3-year-old ചൈൽഡാണ്. ആ ചൈൽഡിന് എന്ത് സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത്? ഓൺകോളജി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ഓൺഗോയിങ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി പർപ്പസ്. സോ വാട്ട് ഈസ് ദി റീസൺ? പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഹിയർ? Treatment, ongoing treatment and management for leukemia. Yes. So, reason എന്താണ്? പേഷ്യൻറ്റിന് leukemia. Okay. Again, just make a പറയുന്നുണ്ട്. Further care and management for ongoing treatment and management. Yes. Ongoing treatment and management. Okay. Ongoing treatment and management. Okay. Leukemia ആണ് reason. Okay. That is clear. So, now we have ഇതൊരു നോൺ കേസാണോ അൺനോൺ കേസാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു അൺനോൺ കേസാണ്. ബിക്കോസ് നമ്മൾ ന്യൂലി ആ പേഷ്യൻറ്റിന് റീസെൻ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തു ലുക്കീമിയ ഉണ്ടെന്ന്. അവിടെ നിന്ന് നമ്മളൊരു ഓൺകോളജിസ്റ്റിന് റെഫർ ചെയ്യുവാണ്. സോ ഇതൊരു അൺനോൺ കേസാണ്. ആൻഡ് ടൈപ്പ് ഓഫ് ലെറ്റർ നമ്മൾ കണ്ട് ഇതൊരു റെഫർ ചെയ്ത് വിടുവാണ്, റെഫറൽ ലെറ്റർ ആണെന്ന് നമ്മൾക്ക് മനസ്സിലായി. നൗ വി ഹാവ് ടു പിക്ക് റെലവൻറ്റ് പോയിൻറ്റ്സ്. നമ്മൾ ഈ ഒരു കേസ് നോട്ടിൽ നിന്ന് റെലവൻറ്റ് പോയിൻറ്റ്സ് പിക്ക് ചെയ്യണം. ഓക്കെ, ചിത്ര പറഞ്ഞിട്ടുണ്ട് ന്യൂമോണിയ ആണെന്ന്. യെസ്, ന്യൂമോണിയ ഉണ്ട് ഈ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഈ ചൈൽഡിന് ന്യൂമോണിയ ഉണ്ട്. ബട്ട് മേജർ പ്രോബ്ലം റീസെൻ്റ്ലി ഡയഗ്നോസ്ഡ് ലുക്കീമിയ. നമ്മളുടെ റീഡർ ആരാണ്? ഓൺകോളജിസ്റ്റാണ്. സോ ഓൺകോളജിസ്റ്റിന് വിടുമ്പം ആൻഡ് ദാറ്റ് ഈസ് ഫോർ ലുക്കീമിയ. ഓക്കെ, സോ നമ്മുടെ എപ്പോഴും ഓർത്തോണം, നമുക്ക് 2 പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായത് മേജർ പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ ഏത് റീഡറിനാണ്, ആർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ ഡയഗ്നോസിസ്, നമ്മൾ മേജർ പ്രശ്നം എഴുതുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഐ ചോസ് ദിസ് ലെറ്റർ. ആൻഡ് ലെറ്ററിലേക്ക് വരുമ്പോഴും ഐ ഹാവ് ടു ടെൽ യു മെനി തിങ്സ്. ബിക്കോസ് ന്യൂമോണിയനെ പറ്റി ഒരുപാട് കാര്യം പറയുന്നത്, ലുക്കീമിയനെ പറ്റി പറയുന്നുണ്ട്. സോ നിങ്ങൾ ലെറ്റർ എഴുതുമ്പം ഇങ്ങനെ ഒരു കേസ് വന്നാൽ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡു ഐ നീഡ് ടു റൈറ്റ് ദി എൻറ്റയർ തിങ് ഓർ ഡു ഐ നീഡ് ടു കൺസൈസ്, അല്ലെങ്കിൽ എങ്ങനെ കൺസൈസ് ചെയ്യാം, എങ്ങനെയാണ് ഓരോ സെൻറ്റൻസും എഴുതുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ലെറ്ററിൽ നോക്കുന്നത് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ. സോ വി ഹാവ് ടു പിക്ക് അപ്പ് ഓൾ ദി റെലവൻറ്റ് പോയിൻറ്റ്സ്. നമ്മൾ റെലവൻറ്റ് പോയിൻറ്റ്സ് പിക്ക് ചെയ്യാൻ പോവുകയാണ്. സോ പേഷ്യൻറ്റ് ജാസ്മിൻ നോൾസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഏജ് 3 years ആണ്. ആൻഡ് ഡയഗ്നോസിസ് അക്യൂട്ട് ന്യൂമോണിയ ഉണ്ട്, ലുക്കീമിയ. അപ്പോൾ റീസെൻ്റ്ലി ഡയഗ്നോസ് ചെയ്തത് ലുക്കീമിയ ആണ്. നൗ അഡ്മിഷൻ ഡേറ്റ് 10th March 2020. 10th March 2020 ബേബീനെ അല്ലെങ്കിൽ ചൈൽഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അന്നേരം വന്നപ്പോഴത്തെ കംപ്ലയിൻറ്റ്സ് യു ക്യാൻ റീഡ് ദിസ്. ഫീവർ നോട്ട് ഇൻക്രീസ്ഡ് വിത്ത് കാൽപോൾ, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, വീസിങ്, SpO2, നേസൽ പ്രോങ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓസ്കുലേഷൻ, വീസിങ് ബോത്ത് ലോവർ ലോബ്സ്, ക്രെപ്പിറ്റേഷൻ, എക്സ്റേ, അക്യൂട്ട് ന്യൂമോണിയ. ഇത്രയും പ്രോബ്ലംസ് വന്ന സമയത്തുണ്ടായിരുന്നു. ആൻഡ് എക്സ്റേ എടുത്ത് നോക്കിയപ്പം അക്യൂട്ട് ന്യൂമോണിയ ആണെന്ന് മനസ്സിലായി. എക്സ്റേയിൽ നിന്ന് മനസ്സിലായി അക്യൂട്ട് ന്യൂമോണിയ ആണെന്ന്. ഓക്കെ, ലിജി ഷിനു. ഹായ് ലിജി, ഹൗ ഇസ് യുവർ പ്രിപ്പറേഷൻസ് ഗോയിങ് ഓൺ? ഡൂയിങ് വെൽ റൈറ്റ്? യെസ്. സോ അക്യൂട്ട് ന്യൂമോണിയ ഉണ്ടെന്ന് എക്സ്റേയിൽ നിന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. സോ ഈ പോയിൻറ്റ്സ് ഒക്കെ വേണമോ വേണ്ടയോ, റെലവൻ്റ് ആണോ അല്ലയോ, പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്സ് ഈ ഒരു കേസ് നോട്ടിൽ റെലവൻ്റ് ആണോ അല്ലയോ, പ്ലീസ് ലെറ്റ് മീ നോ. പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്സ്. യെസ്, ഐ വോണ്ട് യുവർ റിപ്ലൈ. പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്സ് റെലവൻ്റ് ആണോ അല്ലയോ? യെസ്, റെലവൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോജി, ടെസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് റെലവൻ്റ് ആണ്. യെസ്, എനി അതർ ആൻസേഴ്സ്?
റെലവൻറ്റ് ചിത്ര പറഞ്ഞു റെലവൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെലവൻറ്റ് ലിജി പറഞ്ഞിട്ടുണ്ട് റെലവൻ്റ് ആണ്. റെലവൻറ്റ് യെസ് ബെറ്റി പറഞ്ഞു റെലവൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെലവൻറ്റ് നിഷ, വിവിയാൻ റെലവൻറ്റ്. ഹായ് വിവിയാൻ. ബെനീറ്റ, ഷിൽജി ഫ്രാൻസിസ് റെലവൻ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സോ ഈ പോയിൻറ്റ്സ് റെലവൻ്റ് ആണ്, കാരണം ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തെ പോയിൻറ്റ്സ് നമ്മൾ പറയണം. ബട്ട് ഈ റെലവൻറ്റ് പോയിൻറ്റ്സ് എങ്ങനെ എഴുതണമെന്നുള്ളത് വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, ഈ പോയിൻറ്റ്സ് എങ്ങനെ എഴുതണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ബട്ട് ഈ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് ആവശ്യമാണ്. പേഷ്യൻ്റ് ഇന്ന പ്രശ്നമായിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്, അവിടുന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളും എക്സ്റേയിൽ അക്യൂട്ട് ന്യൂമോണിയ ആണെന്ന് കണ്ടുപിടിച്ചെന്നുള്ള കാര്യവും നമുക്ക് ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. അത് ഇൻക്ലൂഡഡ് ആവണം. ആൻഡ് അത് റെലവൻ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്, വി ഹാവ് ലാബ് റിസൾട്ട്. ഇവിടെ ലാബ് റിസൾട്ട് എന്ന് കണ്ടുപിടിച്ചത് CBC ഇൻക്രീസ്ഡ് ആണ്, ESR ഇൻക്രീസ്ഡ് ആണ്, ടോട്ടൽ കൗണ്ടും കൂടുതലാണ്. ഓക്കെ, CBC ESR ടോട്ടൽ കൗണ്ട് എല്ലാം കൂടുതലാണ്. ഈ പോയിൻറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, കാരണം ലാബ് റിസൾട്ടിൽ നിന്ന് ഇതെല്ലാം തന്നെ കൂടുതലാണ്, ടോട്ടൽ കൗണ്ട് ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഈ പോയിൻറ്റ്സ് നമ്മൾക്ക് റെലവൻ്റ് ആണ്. ആൻഡ് മാനേജ്മെൻറ്റ്, എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് പേഷ്യൻറ്റിന് കൊടുത്തത്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. സോ ഓക്സിജൻ്റെ കാര്യം പറയുന്നുണ്ട്. ആമോക്സിസിലിൻ, ബ്യൂഡേക്കോട്ട്, സ്റ്റീം ഇൻഹേലേഷൻ, പാരസെറ്റമോൾ, ഇങ്ങനെ കുറേ സിങ്കോവിറ്റ്, കുറേ മെഡിസിൻസിൻ്റെ കാര്യം, എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് അവർ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ആൻഡ് വൈറ്റൽസ് മോണിറ്ററിങ്, 4 തവണ ഒരു ദിവസം വൈറ്റൽസ് മോണിറ്റർ ചെയ്യും. എന്നിട്ടും എല്ലാം ഇത്രയും മാനേജ്മെൻറ്റ് ചെയ്തിട്ടും പ്രീവിയസ്ലി ഉള്ള എല്ലാ സിംറ്റംസും പേഷ്യൻറ്റിന് ഇപ്പോഴും ഉണ്ട്. അതായത് ഇവർ ഇത്രയും മാനേജ്മെൻറ്റ് ഈ ഒരു കാര്യത്തിന് കൊടുത്തു, ഇത്രയും മാനേജ്മെൻറ്റ് കൊടുത്തിട്ടും ഓൾ പ്രീവിയസ് സിംറ്റംസ് പ്രസൻറ്റ്. അതായത് SpO2 മോണിറ്ററിങ്, വൈറ്റൽസ് മോണിറ്ററിങ് 4 times ഡെയിലി എല്ലാം ചെയ്തു, ഇത്രയും മാനേജ്മെൻറ്റ് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഓൾ പ്രീവിയസ് സിംറ്റംസ് പെർസിസ്റ്റ്. എന്നിട്ടും എല്ലാ സീരിയസ് സിംറ്റംസും ഉണ്ട്, പ്രസൻ്റ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ റെലവൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓഫ് കോഴ്സ് ഇൻവെസ്റ്റിഗേഷൻ റെലവൻ്റ് ആണ്. ഓക്കെ, സോ പേഷ്യൻ്റ് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്തതിൻ്റെ ഡേറ്റ് ഏതാണ്? 10th മാർച്ചാണ്. 10th മാർച്ചിലെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 10th മാർച്ചിൽ വന്നപ്പം എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്നായിരുന്നു നമ്മൾ കണ്ടത്. നൗ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ചു, പിക്ക് ചെയ്തു. ആൻഡ് നൗ വി ഹാവ് അനദർ ഡേറ്റ്, 17th March 2020. 17 മാർച്ച് 2020 കാര്യമാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, 7 ദിവസങ്ങൾക്ക് ശേഷം. ടയേർഡാണ്, വീക്കാണ്, ഫറ്റീഗ്, പെയിൽ സ്കിൻ, നോസ് ബ്ലീഡിങ് ചെയ്യുന്നുണ്ട്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വെയ്റ്റ് ലോസ് 5 kilogram വെയ്റ്റ് ലോസ് ആയി, എൻലാർജ് സ്പ്ലീൻ ആൻഡ് ലിവർ, swollen lymph nodes. അസസ്മെൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം, ദാറ്റ് മീൻസ് സസ്പെക്റ്റഡ്. എന്താണ് സസ്പെക്റ്റ് ചെയ്യുന്നത്? ലുക്കീമിയ ആണോ എന്ന് ഇവർ സസ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ കാരണം ഈ പേഷ്യൻറ്റിന് ഇത്രയും മാനേജ്മെൻറ്റ് കൊടുത്തിട്ടും സിംറ്റംസ് അതുപോലെ തന്നെ നിൽക്കുവാണ്. അന്നേരം ഇത്രയും ദിവസം 17-ാം തീയതി ആയിട്ടും പേഷ്യൻറ്റ് ടയേർഡാണ്, വീക്കാണ്, ഒട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. ഫറ്റീഗ്, പെയിൽ സ്കിൻ, നോസ് ബ്ലീഡിങ്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വെയ്റ്റ് ലോസ് 5 kilogram വെയ്റ്റ് ലോസ് ഉണ്ടായി, എൻലാർജ്ഡ് സ്പ്ലീൻ ആൻഡ് ലിവർ, swollen lymph nodes. ആൻഡ് അസസ്മെൻറ്റിൽ എന്ത് കണ്ടുപിടിച്ചു? അവർക്ക് അസസ്മെൻറ്റ് ചെയ്തപ്പം അവർക്കൊരു സംശയം തോന്നി, സസ്പെക്റ്റ് ചെയ്തു, എന്താണ് ലുക്കീമിയ ആണോ എന്ന് അവർ ഒരു പോസിബിലിറ്റി അവർ സസ്പെക്റ്റ് ചെയ്തു. ആൻഡ് അതിനെ തുടർന്ന് ബ്ലഡ് സ്മിയർ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. CBC കൂടുതലാണ്, ന്യൂമോണിയ അപ്പോഴും ഉണ്ട്, ഡിഫിക്കൾട്ട് ടു ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞത്. ആൻഡ് ഈ പോയിന്റും എന്താണ്? റെലവൻ്റ് ആണ്. കാരണം പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ലുക്കീമിയ ആയതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് ഈ ഒരു സമയത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അതും റെലവൻ്റ് ആണ്. ഓക്കെ, ആൻഡ് വി ഹാവ് ബ്ലഡ് സ്മിയർ റിസൾട്ടിനകത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പം അതിൻ്റെ റിസൾട്ട് ഇതാണ്. ഇൻക്രീസ്ഡ് റൈറ്റ് ബ്ലഡ് സെൽസ്, RBC കൂടുതലാണ്, റെഡ് ബ്ലഡ് സെൽസ് കുറവാണ്, ബ്ലാസ്റ്റ് സെൽ ഉണ്ട്, കൺഫേംഡ് അക്യൂട്ട് ലിംഫ് ലുക്കീമിയ. അവർ ഈ ബ്ലഡ് സ്മിയർ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തു, അക്യൂട്ട് ലിംഫ് ലുക്കീമിയ ഉണ്ടെന്ന് ഇവർ കൺഫേം ചെയ്തു. ഓക്കെ, ഇറ്റ് ഈസ് കൺഫേംഡ് അക്യൂട്ട് ലിംഫ് ലുക്കീമിയ. ഓക്കെ, so that is also again another relevant point. ബ്ലഡ് സ്മിയർ ടെസ്റ്റ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ കൺഫേം ചെയ്യുന്നുള്ള കാര്യവും നമ്മൾ
എഴുതണം, അതും റെലവൻ്റ് ആണ്. ഓൺകോളജിസ്റ്റിന് എഴുതുമ്പം അതും റെലവൻറ്റ് പോയിൻ്റ് ആണ്. അതിനെ തുടർന്നുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നമ്മൾ എഴുതണം. ഓക്കെ, എനി പോയിൻറ്റ്, എനി ക്വസ്റ്റ്യൻസ് ടിൽ നൗ? റെലവൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ പിക്ക് ചെയ്യുവാണേ. Now you have to understand the entire thing, and if you have any confusion in between, you can definitely ask me, because we are going to transform the case note. Okay. അതിനുശേഷം പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് റെഫർ ടു പീഡിയാട്രിക് ഓൺകോളജിസ്റ്റ്. നമ്മൾ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പീഡിയാട്രിക് ഓൺകോളജിസ്റ്റിന് ഇവർ റെഫർ ചെയ്യുന്നത്. ഫിഷ് സ്റ്റഡി ചെയ്യണം, ബോൺ മാരോ സ്റ്റഡി വേണം ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. ഫിഷ് സ്റ്റഡി, ബോൺ മാരോ സ്റ്റഡി ആൻഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. ഫിഷ് ആൻഡ് ബോൺ മാരോ സ്റ്റഡി ആൻഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പീഡിയാട്രിക് ഓൺകോളജിസ്റ്റിന് നമ്മൾ റെഫർ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പേരൻറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡഡ്. പേരൻറ്റ് കൗൺസിലിംഗ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു, പ്രൊവൈഡഡ് ആണ്, ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇതാണ് എൻറ്റയർ കേസ് നോട്ട്. അപ്പം ഇവിടെ നമ്മൾ പീഡിയാട്രിക് ഓൺകോളജിസ്റ്റിനെ നമ്മൾ റെഫർ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫിഷ് സ്റ്റഡി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, ഫെർദർ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തണം. ഇനി റീഡർ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഓൺകോളജിസ്റ്റ് നടത്തണം. ഓക്കെ, now I just want you to write the introduction for this letter. ഈ ഒരു കേസ് നോട്ടിന് നിങ്ങൾ ലെറ്റർ എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ എഴുതി തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്? പ്ലീസ് ട്രൈ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എഴുതുമ്പം ഞാനൊരു ഈസി മെത്തേഡ് പറയാം. നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം വരും, പർപ്പസ് വരും, റീസൺ വരും, ടൈപ്പ് ഓഫ് ലെറ്ററും വരും. ഓക്കെ, പർപ്പസ്, റീസൺ, പേഷ്യൻസ് ഫുൾ നെയിം ആൻഡ് ടൈപ്പ് ഓഫ് ലെറ്റർ. ഈ ഒരു കേസിൽ നിന്ന് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുക. ഹൗ വി വിൽ റൈറ്റ് ലേറ്റർ ഓൺ. യെസ്, ലുക്കീമിയ ഉണ്ടെന്ന് കൺഫേം ചെയ്തു. ബിക്കോസ് യു ക്യാൻ see here confirmed in the bracket, you can see blood smear test in confirmed acute lymph leukemia. It is confirmed. ഇവിടെ സസ്പെക്റ്റ് ചെയ്തു ആൻഡ് ബ്ലഡ് സ്മിയർ ടെസ്റ്റിൽ ഈ കാര്യങ്ങൾ കൊണ്ട് അവരതിനെ കൺഫേം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കൺഫേംഡ്. ആൻഡ് നമ്മൾ ഈ കംപ്ലയിൻറ്റ്സ് എങ്ങനെ എഴുതും എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, വിൽ ബി ലുക്കിംഗ് ഇറ്റ്. നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് നോക്കുവാണ്. സോ യു കൻ ജസ്റ്റ് വെയിറ്റ് some minutes and we'll be able to find the answer for that. Okay, so could you please try writing introduction for this case note? Introduction ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം, പർപ്പസ്, റീസൺ എഴുതാം, ടൈപ്പ് ഓഫ് ലെറ്റർ എഴുതാം. പ്ലീസ് ട്രൈ. ഇൻട്രൊഡക്ഷൻ എഴുതി നോക്കിയോ. പർപ്പസ് എന്താണെന്ന് നോക്കുക, റീസൺ എന്താണെന്ന് നോക്കുക, ആൻഡ് ടൈപ്പ് ഓഫ് ലെറ്റർ, പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം വെച്ചിട്ട് ഇൻട്രൊഡക്ഷൻ എഴുതുക. I'm waiting for your introduction. Please do. Can I see first part? Do you want to see the first part? This is the, are you asking for this part or the writing task part? You have this part. Yeah. Okay, I have some answers here. Jasmine, a 3-year-old baby girl, is being referred to you for further evaluation and management. She is diagnosed with leukemia recently. Okay, I am writing to refer Jasmine, who has been diagnosed with leukemia. She requires further investigation and management at your service. Okay. Could you please show the writing task once again? So I'll be showing the writing task again. So you have this writing task.
It's write a referral letter to Dr. Peter Robert, pediatric oncologist, Spirit Hospital, London, for ongoing treatment and management for Jasmine. So I am writing to refer Jasmine, who has been diagnosed with leukemia. Okay, she requires further investigation and management at your service. Okay, fine. I am writing to refer Jasmine, who requires further treatment and management. She is suspected to have leukemia. Okay, suspected to have leukemia means already it is said in the task, in the case note that acute leukemia confirm ചെയ്തു എന്നിവർ പറയുന്നുണ്ട്. Confirmed acute lymph leukemia, it's confirmed എന്ന് പറയുന്നുണ്ട് കേട്ടോ. So it's not necessary that we have to write suspected to have. Okay, I am writing to refer Jasmine, who has acute leukemia. She requires further assessment and management. Okay, who has acute leukemia. Okay, Jasmine, a 3-year-old baby, requires further assessment and management. She has been diagnosed with leukemia. Okay. Okay, after this I just want to clarify a very important thing. Okay, after the introduction, I am writing to refer Jasmine Knowles, who has been diagnosed with leukemia, and you put a comma there. So either you can put a full stop and write he or she. എന്താണ് ബേബിയുടെ Jasmine Knowles she അല്ലേ, so she requires further investigation and management. You can put a full stop and write it require മുമ്പ് ഒരു പുതിയ സെൻറ്റൻസ് ആയിട്ട് you can start just like that. I am writing to refer Jasmine Knowles, a 3-year-old child who requires who വേണം Bibin George, further assessment and management. She has been diagnosed with acute lymph leukemia. Referring Jasmine, who has been diagnosed with leukemia, you just simply start with referring, but you can ഒരു proper രീതിയിൽ start ചെയ്യാം. I am writing to refer അല്ലെങ്കിൽ I write എന്നൊക്കെ പറയണമെങ്കിൽ you can start with the name of the patient. Jasmine Knowles, a 3-year-old baby requires അല്ലെങ്കിൽ 3-year-old baby has recently been diagnosed with leukemia. She requests എന്ന് പറഞ്ഞ് എഴുതാം കേട്ടോ. For her current health status. Thank you for accepting Jasmine, who requires further investigation and management. She has been diagnosed with acute leukemia. Right, 3-year-old child, 3-year-old 3-year-old. Okay. To you for further evaluation and management. She was diagnosed with acute lymph leukemia. Okay. Introducing Jasmine Knowles, who requires ongoing treatment and management. I'm writing to refer baby Jasmine who has been Chitra, who has been diagnosed with leukemia. She requires continued assessment. I am writing to refer all girls. She requires. She requires ഇനി ആവശ്യമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. Has been okay. Okay. ഒരുപാട് ഇൻട്രൊഡക്ഷൻ കണ്ടു. I really appreciate you all. You just at least you tried writing the introduction. Okay. And നിങ്ങളുടെ എല്ലാവരുടെയും ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യം എല്ലാവരും തന്നെ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് നമ്മൾ ചിലപ്പോൾ ആ രീതിയിലായിരിക്കും പഠിച്ച് പോയിരിക്കുന്നത്, ഹാസ് ബീൻ ഡയഗ്നോസ്ഡ്. ബട്ട് ഡയഗ്നോസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹാസ് ബീൻ അല്ല എഴുതുന്നത്. എപ്പോഴും ഹാസ് ബീൻ നമ്മൾ എഴുതുന്നത് പണ്ട് തൊട്ട് നമുക്ക് ഒരു കണ്ടീഷൻ അത് ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് പണ്ടല്ല വളരെ റീസെൻ്റ് ആയിട്ടൊരു കണ്ടീഷൻ ഉണ്ട്, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഹാസ് ബീൻ എഴുതും. ആൻഡ് വിത്ത് ഡയഗ്നോസ്ഡ് യു കെൻ നോട്ട് റൈറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ്. ഹിയർ ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് റീസെൻ്റ്ലി ഡയഗ്നോസ് ചെയ്തൊരു കാര്യമാണ്. സോ നിങ്ങൾ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്ന് ഒരു കാരണവശാലും എഴുതരുത്. ഏതൊരു റൈറ്റിങ്ങിലാണെങ്കിലും ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എഴുതരുത്. It is has recently been diagnosed. Okay, has recently been diagnosed. Has been diagnosed എഴുതരുത്, has recently been diagnosed ആണ്. ഇനി നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടല്ല ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തത്, പക്ഷേ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഹാസ് ഹാഡ് യൂസ് ചെയ്യാം. റീസെൻ്റ്ലി അല്ല ഡയഗ്നോസ് ചെയ്തത്, പക്ഷേ ഇപ്പോഴും അത് കണ്ടീഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാസ് ഹാഡ് യൂസ് ചെയ്യാം. അല്ല അത് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൂ ഈസ് റിക്കവറിങ് ഫ്രം എന്നുള്ള രീതിയിൽ എഴുതാം. ആൻഡ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷനിൽ എഴുതരുത്. എയ്തർ ഹാസ് റീസെൻ്റ്ലി ബീൻ ഡയഗ്നോസ്ഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് എന്ന് പറഞ്ഞ് എഴുതുക.
കേട്ടോ. You have to be very careful with this. Okay. And I hope it is clear. I am writing to refer Jasmine, a 3-year-old baby girl who has recently been diagnosed with leukemia. She requires further evaluation and management. നമ്മളിവിടെ കണ്ടു, നമ്മുടെ റീഡറിനോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഫിഷ് സ്റ്റഡി ആൻഡ് ബോൺ മാരോ സ്റ്റഡി നടത്തണം എന്നാണ്. സോ അതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. സോ എപ്പോഴും നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഒരു മെത്തേഡാണ്, പല രീതിയിൽ എഴുതാം, നിങ്ങൾ പറഞ്ഞ രീതിയിലൊക്കെ എഴുതാം, പക്ഷെ നമുക്കൊരു മെത്തേഡ് ജസ്റ്റ് നോക്കാം. സോ ഈ ലെറ്ററിന് നമ്മൾ ഡേറ്റ് ആദ്യം കൊടുത്തിട്ടുണ്ട്. 17 മാർച്ച് 2020 ആണ് ഇന്നത്തെ ഡേറ്റ്. അത് നമ്മൾ കൊടുത്തു. ആൻഡ് റീഡറിൻ്റെ അഡ്രസ്സ് നമ്മൾ എഴുതി, ഡിയർ ഡോക്ടർ റോബർട്ട്, റെഫറൻസ് എഴുതി. And I am writing to refer, and this is the introduction. I am writing to refer Jasmine Knowles, who has recently been diagnosed with leukemia and associated pneumonia എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നുണ്ട്. and associated pneumonia. ഓക്കെ, കാരണം ന്യൂമോണിയയും ഉണ്ട്, അതുകൊണ്ടാണ് രണ്ടാമത് ആദ്യം ഹോസ്പിറ്റലിൽ വന്നത്. ആ ഒരു പ്രശ്നം അക്യൂട്ട് ന്യൂമോണിയ ആയിട്ടാണ് വന്നത്. അതിനുശേഷമാണ് ഇവർ ലുക്കീമിയയുടെ കാര്യം കൺഫേം ചെയ്യുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് മെൻഷൻ ദാറ്റ് അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് മെൻഷൻ ചെയ്യാം. ഹി റിക്വയർസ് അല്ലെങ്കിൽ ഷീ റിക്വയർസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ. വാസ് ഡയഗ്നോസ്ഡ് എഴുതാം. ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്, ഇപ്പം അതില്ല. ഇപ്പം ന്യൂമോണിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ പേഷ്യൻറ്റിന് ഇപ്പം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ന്യൂമോണിയ ഇല്ല, പൂർണ്ണമായും ന്യൂമോണിയ മാറി എന്നുണ്ടെങ്കിൽ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ എന്ന് എഴുതാം കേട്ടോ. അത് ഓരോ കേസ് നോട്ടും കണ്ടീഷനും അനുസരിച്ചാണ് ഹാസ് റീസെൻ്റ്ലി ബീനും ഹാസ് ഹാഡും വാസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ജെയ്നി സിബു, ഈസ് ദാറ്റ് ക്ലിയർ? ബെനീറ്റ അമൽ, ഹാസ് റീസെൻ്റ്ലി ബീൻ ഡയഗ്നോസ്ഡ് എന്നാണ് എഴുതുന്നത് കേട്ടോ. ഹാസ് റീസെൻ്റ്ലി ബീൻ ഡയഗ്നോസ്ഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഇൻട്രൊഡക്ഷൻ. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അതാണ് ഇൻട്രൊഡക്ഷൻ. നൗ മൂവിങ് ഓൺ. നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി കഴിയുമ്പോൾ നമ്മളിനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പം വി ഹാവ് പ്രിസെൻറ്റിംഗ് കംപ്ലയിൻറ്റ്സ് ഹിയർ. സോ പ്രിസെൻറ്റിംഗ് കംപ്ലയിൻറ്റ്സ് നിങ്ങൾ പറഞ്ഞു, ഇത് റെലവൻറ്റ് പോയിൻ്റ് ആണെന്ന് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. യെസ് ഇറ്റ് ഈസ്, ഇത് റെലവൻറ്റ് പോയിൻ്റ് തന്നെയാണ്. ബട്ട് വി ജസ്റ്റ് വാണ്ടഡ് ടു നോ ഹൗ ടു ട്രാൻസ്ഫോം ദീസ് പോയിൻറ്റ്സ് അല്ലേ. ഈ പോയിൻറ്റ്സിനെ എങ്ങനെ നമുക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രിസെൻറ്റിംഗ് കംപ്ലയിൻറ്റ്സ് പറയുന്നതെല്ലാം അക്യൂട്ട് ന്യൂമോണിയയുടെ സിംറ്റംസ് ആണ്. പേഷ്യൻറ്റിൻ്റെ പ്രധാന പ്രശ്നം ലുക്കീമിയാണ്. നമ്മൾ വിടുന്ന റീഡർ ഓൺകോളജിസ്റ്റ് ആണ്. സോ ഡു വി നീഡ് ടു റൈറ്റ് ദി എൻറ്റയർ തിങ് 1 by 1? നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ന്യൂമോണിയയുടെ സിംറ്റംസ് എല്ലാം 1 by 1 ആയിട്ട് നമ്മൾ എഴുതണോ? സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം എപ്പോഴും ഓർത്തോണം മെയിൻ പ്രശ്നം എന്താണ്, മെയിൻ പ്രോബ്ലം എന്താണ്. ആൻഡ് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ യു ക്യാൻ കൺസൈസ് ഓൾ ദോസ് തിങ്സ്. ഇതിനെ കൺസൈസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, now we have presenting complaints, fever, difficulty in breathing, wheezing, SpO2 88% പറഞ്ഞ oscillation, wheezing both lower lobes, X-ray, acute pneumonia, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റിനെ എങ്ങനെ നമുക്ക് കൺസൈസ് ചെയ്ത് എഴുതാം? ആരെങ്കിലും ഒന്ന് പറയാമോ? അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ഒന്നാമത്തെ ലൈൻ, ഇന്ന ദിവസം പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി, ഈ കംപ്ലയിൻസുമായിട്ടാണ് അഡ്മിറ്റ് ആയി എന്നുള്ളത് കൺസൈസ് ചെയ്ത് ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ 1-2 സെൻറ്റൻസിൽ കൺസൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? Can somebody give me the answer for this? എങ്ങനെ കൺസൈസ് ചെയ്ത് എഴുതുന്നത്? നമ്മുടെ ഇവിടുത്തെ പേഷ്യൻറ്റിൻ്റെ പേരെന്താണ്? ജാസ്മിൻ നോൾസ് ആണ്. സോ നമുക്ക് എങ്ങനെ ഒന്നാമത്തെ സെൻറ്റൻസ് എഴുതാമെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, പലരും ഇൻട്രൊഡക്ഷൻ എഴുതിയപ്പം ജാസ്മിൻ എന്ന് പറഞ്ഞായിരുന്നു എഴുതിയിരുന്നത്. ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ വി ഹാവ് ടു റൈറ്റ് ദി ഫുൾ നെയിം ഓഫ് ദ പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം എഴുതണം. ആൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പം ഒരു 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് നെയിം മാത്രം പാരഗ്രാഫിൽ കൊടുക്കുക. അല്ല അതിന് മണ്ടേ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദി സെക്കൻഡ് നെയിം മാത്രം എഴുതിയാൽ മതി.
She was admitted to hospital with worsened symptoms of pneumonia. Initially, you can use it as a connector. Initially, comma, she was admitted to hospital with worsened symptoms of pneumonia. That is good. That is another sentence. We can write the sentence first paragraph. A sentence which is thodangam. And she pagaram, instead of she, you can write the name of the patient. Patient in name edda. Jasmine initially presented with the symptoms suggestive of pneumonia. Okay. Jasmine initially presented with the symptoms suggestive of pneumonia. Okay, that is also right sentence. Correct sentence aanu. Symptoms suggestive of pneumonia. Okay. Jasmine was admitted to hospital on 10th March 2000 with the suggestive symptoms of pneumonia. Again, that is also right sentence. Was admitted to hospital on. And പല ആൾക്കാരും ജാസ്മിൻ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞിരുന്നു. ജാസ്മിൻ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ജാസ്മിനെ അഡ്മിറ്റ് ചെയ്തു, അങ്ങനെയല്ലല്ലോ. ജാസ്മിനെ അഡ്മിറ്റ് ചെയ്തു, വേറൊരാളാണ് അഡ്മിറ്റ് ചെയ്തത്. സോ വാസ് അഡ്മിറ്റഡ് ആണ്. Jasmine was admitted to hospital on 10th March 2020 with suggestive symptoms of pneumonia, അല്ലെങ്കിൽ with symptoms suggestive of pneumonia. Jasmine was admitted to hospital on 10th March with suggestive symptoms of pneumonia. Okay. Jasmine was admitted, yes, correct aanu. Initially, comma, Jasmine was admitted with symptoms of pneumonia. Okay. Screen full kanikam. Yeah, I'll be showing you the sentence. I'm waiting for your answers. That's why. Yeah, I'll show you the sentence. Okay. Now you have the first sentence of this paragraph. Jasmine was admitted on 10th March 2020 with symptoms of pneumonia. Okay. With symptoms of pneumonia. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. ആൻഡ് നൗ ഈ കാര്യങ്ങളോർത്തെ, ഇത്രയും വിത്ത് സിംറ്റംസ് ഓഫ് ന്യൂമോണിയ എന്ന് പറഞ്ഞപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, കൺസൈസ് ചെയ്തു ഒരു സെൻറ്റൻസിലാക്കി ഇത്രയും പോയിൻറ്റ്സിനെ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ഹി വാസ് അഡ്മിറ്റ് ടു ഹോസ്പിറ്റൽ വിത്ത് ഓൺ ഇന്ന ദിവസം വിത്ത് കംപ്ലയിൻസ് ഓഫ് ഫീവർ വിച്ച് വാസ് നോട്ട് ഇൻക്രീസ്ഡ് വിത്ത് കാൽപോൾ ആൻഡ് ഇൻ അഡീഷൻ ഷീ ഹാസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് വീസിങ് ആൻഡ് ഓക്സിജൻ ലെവൽ ഇത്രയായിരുന്നു ആൻഡ് എക്സ്ട്രാ റിവീൽഡ് അക്യൂട്ട് ന്യൂമോണിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി കൺസൈസ്ഡ് ഓൾ ദോസ് തിങ്സ്. ആൻഡ് ഇതിനെ തുടർന്ന് എന്ത് നടത്തി, ഇവർ മാനേജ്മെൻറ്റ് നടത്തി. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഈ കാര്യം കൂടെ നമുക്ക് പറയണം. അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം, Jasmine was admitted on 10th March 2020 with symptoms of pneumonia and has been treated symptomatically. ആ സിംറ്റത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അതാണ് സിംറ്റമാറ്റിക്കലി ട്രീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ആൻഡ് ഹാസ് ബീൻ ട്രീറ്റഡ് സിംറ്റമാറ്റിക്കലി ഫോളോയിങ് ദ കൺഫർമേഷൻ ഓഫ് ഹെർ ഡയഗ്നോസിസ്. അവളുടെ ഡയഗ്നോസിസിൻ്റെ കൺഫർമേഷനെ തുടർന്ന്, അല്ലെങ്കിൽ ആ കൺഫർമേഷൻ എന്തായിരുന്നു, അക്യൂട്ട് ന്യൂമോണിയ ഉണ്ടെന്ന് കൺഫേം ചെയ്തു. ആ കൺഫർമേഷനെ തുടർന്ന് സിംറ്റമാറ്റിക്കലി എന്ത് ചെയ്തു, ജാസ്മിന് ട്രീറ്റ്മെൻറ്റ് നൽകി. സോ അത്രയും കാര്യങ്ങൾ നമ്മൾ കൺസൈസ് ചെയ്ത് ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ കൊണ്ടുവന്നു. യു ക്യാൻ റീഡ് ദ ഫസ്റ്റ് സെൻറ്റൻസ്. Okay, Jasmine was admitted on 10th March 2020 with symptoms of pneumonia and has been treated symptomatically following the confirmation of her diagnosis. Okay? Brought to the hospital with symptoms suggestive of pneumonia on 10th March 2020. Miss Jasmine, no, this is child ആണ്, ഒരു ബേബി. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മിസ് എഴുതണ്ട, ജസ്റ്റ് ബേബിയുടെ പേര് മാത്രം കൊടുത്താൽ മതി. ഓക്കെ. Admitted to hospital with suggestive symptoms of pneumonia. Okay, fine. And now we are moving to the next part. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ഒരു കൺഫർമേഷന് ശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് എഴുതേണ്ട പോയിന്റ് ലാബ് റിസൾട്ട്. ലാബ് റിസൾട്ടിൽ CBC കൂടുതലാണ്, ESR കൂടുതലാണ്, ടോട്ടൽ കൗണ്ട് കൂടുതലാണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ലാബ് റിസൾട്ട് കണ്ട് ഈ 3 കാര്യങ്ങളും നമുക്ക് പറയണം. സോ അതെങ്ങനെ പറയാമെന്ന് നോക്കാം. ഓക്കെ. ഹെർ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, CBCയുടെ കാര്യമാണ് പറയുന്നത്. ഹെർ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, erythrocyte sedimentation rate and total count are elevated. ആ 3ഉം എലവേറ്റഡ് ആണ്. ടെസ്റ്റിൽ 3 കാര്യങ്ങളും എലവേറ്റഡ് ആണ്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റും ടോട്ടൽ കൗണ്ട് ആർ എലവേറ്റഡ്. ഓക്കെ.
അതെല്ലാം എലവേറ്റഡ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. എലവേറ്റഡ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മൾ ഇവിടെ പറഞ്ഞു. ഇനി എന്താണ് ഇവർ ചെയ്തത്? ഇവർ മാനേജ്മെൻറ്റ് ചെയ്തു. ഇവരിവിടെ പ്രോപ്പറായിട്ട് മാനേജ്മെൻറ്റ് കൊടുക്കുകയാണ്. കുറേ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് എഴുതാൻ പറ്റുമോ? കാരണം ഇത് ന്യൂമോണിയയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, ലുക്കീമിയയ്ക്കല്ല. സോ ന്യൂമോണിയ എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ മാനേജ്മെൻ്റ് എല്ലാം നമ്മൾ റെലവൻ്റ് ആണ്, പോയിൻറ്റ്സ് റെലവൻ്റ് ആണ്. ബട്ട് അതെല്ലാം 1 by 1 ആയിട്ട് എഴുതണ്ട. എഗെയിൻ നമ്മൾ അതിനെ കൺസൈസ് ചെയ്താൽ മതി. സോ അങ്ങനെ കൺസൈസ് ചെയ്യുമ്പം 17 മാർച്ച് 10-ാം തീയതിയാണ് വന്നത്. 7 ദിവസം, ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരാഴ്ച അവർ ഇത്രയും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് 17-ാം തീയതി, അതായത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഒരു വ്യത്യാസവും വന്നില്ല. സിംറ്റംസ് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അതുപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് കണ്ടീഷൻ, സിംറ്റംസ്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ കൺസൈസ് ചെയ്ത് എഴുതാം? ഓക്കെ. Despite 1 week of treatment in the hospital, her condition persists. ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷവും അവളുടെ കണ്ടീഷൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. സോ ഈ ഡിസ്പൈറ്റ് 1 week of treatment, ഡിസ്പൈറ്റ് വെച്ചിട്ട് സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് നോക്കുക. ഒരാഴ്ചത്തെ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും, കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അതുപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുവാണ്. ഡിസ്പൈറ്റ് 1 week of treatment, her condition persists. ഓക്കെ. ഓക്കെ, കണ്ടീഷൻ പെർസിസ്റ്റ്. ഓക്കെ. ആൻഡ് ഇവിടെ പേഷ്യൻറ്റിന് കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് 17-ാം തീയതി മാർച്ചിൽ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്? ടയേർഡാണ്, വീക്കാണ്, ഫറ്റീഗാണ്, പെയിൽ സ്കിൻ, നോസ് ബ്ലീഡിങ്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വെയ്റ്റ് ലോസ് ഉണ്ടായി, എൻലാർജ് സ്പ്ലീൻ ആൻഡ് ലിവർ, സ്വോളൻ ലിംഫ് നോഡ്സ്, അസസ്മെൻറ്റിൽ സസ്പെക്റ്റഡ് ലുക്കീമിയ ആണെന്ന് കണ്ടുപിടിച്ചു. സോ ഈ പോയിൻറ്റ്സും നമുക്ക് എന്ത് ചെയ്യണം? റെലവൻ്റ് ആണ്, അതിനെ നമുക്ക് എഴുതണം. കാരണം ഈ പോയിൻറ്റ്സ് റെലവൻ്റ് ആണ്, കാരണം ഇവിടെ നിന്നാണ് പേഷ്യൻറ്റിന് ലുക്കീമിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. സോ ആ സിംറ്റംസ് നമ്മൾ എന്തായാലും പറയണം. സോ നമ്മൾ പറയാൻ പോവുകയാണ്. ഇൻ അഡീഷൻ, നമ്മൾ അവിടെ ഒരു കണക്ടർ ആഡ് ചെയ്തു. ഇൻ അഡീഷൻ ഷീ ഡെവലപ്ഡ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നോസ് ബ്ലീഡിങ് ആൻഡ് ഫറ്റീഗ്. ഷീ ഡെവലപ്ഡ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നോസ് ബ്ലീഡിങ് ആൻഡ് ഫറ്റീഗ്. Okay. On examination, she is weak, tired and has enlarged spleen and liver. Her lymph nodes are swollen and her skin, the spelling mistake ആണ്, skin ആണ് കേട്ടോ. Skin and her skin is pale. She lost 5 kg weight. Her skin is pale and she lost 5 kg of weight. Yeah, despite the management, her condition persists എന്ന് പറഞ്ഞിട്ടുണ്ട്. Yes. Her complete blood count revealed elevated total blood count and erythrocyte sedimentation rate. Okay, revealed പറയാം. Complete blood count revealed അതും കൂടുതലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ജാസ്മിൻ was admitted to hospital. Okay. Despite the management, her condition persists. Okay. Now on examination she is weak, tired ആണ്, enlarged spleen ഉണ്ട്, liver, spleen and liver, her lymph nodes are swollen and her skin is pale. She lost 5 kg of weight. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, കൺസൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. സോ നമ്മുടെ ഈ ഒരു കേസ് നോട്ടിനകത്ത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കാര്യങ്ങളെ നമ്മൾ ഒറ്റ പാരഗ്രാഫായിട്ടാണ് എഴുതിയത്. ആൻഡ് ഐ ഹവ് സീൻ മെനി സ്റ്റുഡൻസ് who write their letter just like writing it in a paragraph. ഇത്രയും പോയിൻറ്റ്സ് ഒരു പാരഗ്രാഫിൽ എഴുതും, ഇത്രയും അടുത്ത പാരഗ്രാഫിൽ എഴുതും, ഇത് അടുത്ത പാരഗ്രാഫിൽ എഴുതും. ലാസ്റ്റ് ലുക്കീമിയയുടെ കാര്യം എഴുതാൻ പാരഗ്രാഫ് വരുമ്പോഴത്തേനും വേർഡ് ലിമിറ്റും കടന്നു പോകും. സോ ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു, നമ്മൾ ന്യൂമോണിയയ്ക്ക് കൊടുത്ത ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൺസൈസ് ചെയ്ത് വളരെ കൺസൈസ് ചെയ്ത് എഴുതിയാൽ മതി. ബിക്കോസ് അതിന് അത്രയും റെലവൻസേ ഉള്ളൂ.
So, നമ്മൾ പറഞ്ഞു he was admitted on ഇന്ന ദിവസം with the symptoms suggestive of pneumonia and was treated appropriately following the confirmation of her diagnosis. പിന്നെ despite 1 week of treatment, her condition still persist ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഹർ ബ്ലഡ് റിസൾട്ടിനകത്ത് ലാബ് റിസൾട്ടിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കൂടുതലാണെന്ന് നമ്മൾ പറയുന്നു. 1 വീക്ക് ട്രീറ്റ്മെൻറ്റിന് ശേഷം നോക്കിയപ്പം അസസ്മെൻറ്റിൽ ടയേർഡാണ്, വീക്കാണ്, ഫറ്റീഗാണ്, പെയിൽ സ്കിൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നു. ഓക്കെ. In addition to loss of appetite, she has nose bleeding. And yeah, that is correct sentence ആണ് ഷിൽജി. In addition to loss of appetite, she has nose bleeding and is fatigue എന്ന് വേണേൽ പറയാം കേട്ടോ. സോ ദാറ്റ് ഈസ് റൈറ്റ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ. ആഫ്റ്റർ എ വീക്ക് എന്ന് എഴുതാലോ. ആഫ്റ്റർ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ബട്ട് യു നോ അത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ആഫ്റ്ററിന് പകരം നമ്മൾ ഫോളോയിങ് എന്നൊക്കെ പറയാറുണ്ട് ചില കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ ഫോളോയിങ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ആഫ്റ്റർ എ വീക്ക് എന്നും പറയാം. യാ. ഓക്കെ. നൗ വി ഹാവ് അനദർ പാരഗ്രാഫ്. ഇനി നമ്മൾ എഴുതേണ്ടത് ബ്ലഡ് സ്മിയർ റിസൾട്ടിൻ്റെ റിസൾട്ടാണ്. അത് ബ്ലഡ് സ്മിയറിൽ കണ്ടുപിടിച്ച റിസൾട്ടുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിനെ നമുക്ക് അടുത്ത പാരഗ്രാഫായിട്ട് എഴുതാം. ഓക്കെ. അതെങ്ങനെ എഴുതാം? ബ്ലഡ് സ്മിയർ ടെസ്റ്റ് വാസ് പെർഫോംഡ് ഫോർ സസ്പെക്റ്റഡ് ലുക്കീമിയ which confirmed the diagnosis of acute lymphocytic leukemia. ബ്ലഡ് സ്മിയർ ടെസ്റ്റ് നടത്തിയത് സസ്പെക്റ്റഡ് ലുക്കീമിയയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിൽ നിന്ന് എന്ത് കൺഫേം ആയി? അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ ഉണ്ടെന്ന് കൺഫേം ചെയ്തു. ഓക്കെ, അത് കൺഫേം ചെയ്തു. Then it is said that her blood smear result revealed increased WBC and decreased RBC along with presence of blast cells. Her blood smear result revealed increased WBC and decreased RBC along with presence of blast cells. Okay. And then we have please note parent counseling is provided. നമ്മൾ ഓൾറെഡി കണ്ടു പേരൻറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് നോട്ടിൽ കണ്ടു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എഴുതാം പ്ലീസ് നോട്ട് പേരൻറ്റ് കൗൺസിലിംഗ് ഈസ് പ്രൊവൈഡഡ്. ഓക്കെ, പേരൻറ്റ് കൗൺസിലിംഗ് ഈസ് പ്രൊവൈഡഡ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പേരൻറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, അതുകൊണ്ട് നമ്മൾ കൊടുത്ത് പേരൻറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ. നൗ ക്യാൻ സംബഡി ടെൽ മീ ഹൗ ടു കൺക്ലൂഡ്? നമ്മുടെ ലെറ്റർ എങ്ങനെ നമുക്കിനി കൺക്ലൂഡ് ചെയ്യാം? നമ്മൾ റെലവൻറ്റ് പോയിൻറ്റ്സ് എല്ലാം വളരെ കൺസൈസ് ചെയ്ത്, ഇതിൻ്റെ ഒരു കൺസൈസ്നെസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? നമ്മളിങ്ങനെ എങ്ങനെ വേണം ഇതിനെ കൺസൈസ് ചെയ്യാൻ എന്നുള്ളത് മനസ്സിലായി കാണും. ആൻഡ് ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് നമ്മളിതിനെ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്? How can we conclude this? Yes, it would be appreciated. വെച്ചിട്ട് എങ്ങനെ ഇതിനെ ഇനി കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്യണം? ഇനി എന്ത് പോയിൻറ്റ്സാണ് നമുക്കിനി പറയാനുള്ളത്? നമ്മൾ ഇത്രയും കാര്യങ്ങളും കൺസൈസ് ചെയ്ത് പറഞ്ഞു, ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു, ബ്ലഡ് സ്മിയർ റിസൾട്ടിൻ്റെ കാര്യം നമ്മൾ അടുത്ത പാരഗ്രാഫായിട്ട് എഴുതി. ആൻഡ് ഫൈനലി വി ഹാവ് എ കൺക്ലൂഷൻ ഹിയർ. സോ ഹൗ ടു കൺക്ലൂഡ് ദിസ് പാരഗ്രാഫ്? സോറി, ദിസ് ലെറ്റർ. ഹൗ ടു കൺക്ലൂഡ് ദിസ്? ആൻഡ് മീൻ വൈൽ നിങ്ങൾക്ക് റൈറ്റിങ്ങിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഐ ബി ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ നോട്ട് ജസ്റ്റ് റിലേറ്റഡ് ടു ദിസ് പർട്ടിക്കുലർ ടാസ്ക് ബട്ട് എനി അതർ കൺഫ്യൂഷൻ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ബിലോ ആൻഡ് ഐ ബി ആൻസറിങ് ദാറ്റ് ക്വസ്റ്റ്യൻ ഫോർ യു റൈറ്റ് നൗ.
it would be appreciated if you could provide for further investigation and management കാര്യം നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു further investigation and management ആണ് പേഷ്യൻറ്റിന് ചെയ്യേണ്ടതെന്ന്. So when it comes to the concluding part, it's always better to avoid repeating the same sentence again, but instead we have നമ്മൾ റെഫർ ചെയ്യുന്നത് ഫിഷ് സ്റ്റഡി ബോൺ മാരോ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. So I have another answer. It would be appreciated. ലിംസി ആണ് പറഞ്ഞിരിക്കുന്നത്. Appreciated if you could do further investigation including fish study bone marrow study. ഇവിടെ fish study bone marrow study രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. So you can just write just like this. It would be appreciated if you could do further investigation including fish study and bone marrow study. This is a small letter, and because നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട് ഈ ഒരു ലെറ്റർ എടുത്തതിൻ്റെ കാര്യം പലപ്പോഴും നമ്മൾ പോയിൻറ്റ്സ് ഇല്ലെന്ന് ഓർത്ത് വിൽ ബി റൈറ്റിംഗ് ദി എൻറ്റയർ തിങ്. നിങ്ങൾ ഇറലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൺസൈസ് ചെയ്യാതെ ഇങ്ങനെ എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഡെഫിനറ്റ് ആയിട്ടും പോകും. ബിക്കോസ് ന്യൂമോണിയയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാര്യങ്ങളും എന്തൊക്കെ മെഡിസിൻ കൊടുത്തെന്നുള്ളത് ഒരു ഓൺകോളജിസ്റ്റിനോട് പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ബിക്കോസ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഇവിടെ ലുക്കീമിയാണ്. ബിക്കോസ് കൺസൈസൻസ് ആൻഡ് ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട് റൈറ്റിങ്ങിനകത്ത്. ആ ക്രൈറ്റീരിയയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കുറയും കൺസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ആൻഡ് ഇറലവൻറ്റ് പോയിൻറ്റ്സ് എടുത്ത് എഴുതുന്നതിനും നിങ്ങൾക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയയിൽ മാർക്ക് പോകും. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു അവോയ്ഡ് ഓൾ ദോസ് തിങ്സ് ആൻഡ് യുവർ ലെറ്റർ ഷുഡ് ബി ക്ലിയർ, കൺസൈസ്ഡ്. It would be appreciated if you could do ന് പകരം you can say perform. Okay, do informal ആയിട്ട് നമുക്ക് പറയാം, ചൂടെ ഫോർമൽ ആയിട്ടുള്ള പെർഫോം ആണ്. It would be highly appreciated. You can avoid highly. You can just simply say it would be appreciated if you could do the needful പറയാം. But fish study and bone marrow studyയുടെ കാര്യം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് we can just അതെടുത്ത് പറയുന്നത് നല്ലതാണ്. It would be appreciated if you could perform fish study. FISH should be capital along with bone marrow study and provide better treatment for Jasmine. It would be like to Jasmine. It would be appreciated if you could consider Jasmine for fish study, bone marrow study and for the treatment. So രണ്ടും സ്റ്റഡിയുടെ കാര്യമുണ്ട്. ഫിഷ് ആൻഡ് ബോൺ മാരോ സ്റ്റഡി എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, വി കൻ ജസ്റ്റ് കണക്ട് ഇറ്റ്. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാം. ഓക്കെ, സോ ലെറ്റ്സ് സി ഇതെങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. It would be appreciated. ഇവിടെ ഗ്രേറ്റ്ലി ഉണ്ട്, ബട്ട് യു ക്യാൻ അവോയ്ഡ് ഗ്രേറ്റ്ലി. ഓക്കെ, യു ക്യാൻ അവോയ്ഡ് ഗ്രേറ്റ്ലി. നമ്മൾ ജസ്റ്റ് ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ മതി, ഗ്രേറ്റ്ലിയുടെ ആവശ്യമില്ല. It would be appreciated if you could perform further investigations including fish study and bone marrow study and render necessary treatment for Jasmine. Provideന് പകരം നമുക്ക് പറയാവുന്നതാണ് render എന്ന് പറഞ്ഞൊരു വേർഡ്. Render necessary treatment for Jasmine. Okay. If you could perform further investigations including fish study and bone marrow study and render necessary treatment for Jasmine. ഇവിടെ fish and bone marrow study എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്ലീസ് കോൺടാക്ട് മീ വിത്ത് ഫർദർ ക്വയറീസ്. അവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഷുഡ് യു ഹാവ് എനി അതർ ക്വയറീസ് റിഗാർഡിംഗ് ജാസ്മിൻ, പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, യു ആർ സിൻസിയർലി പീഡിയാട്രിക് നഴ്സ്. ഓക്കെ, so that's that. ഇതാണ് ലെറ്റർ. സോ ദ മെയിൻ റീസൺ ഐ ചോസ് ദിസ് ലെറ്റർ ഈസ് ടു ഷോ യു ഹൗ ടു കൺസൈസ് ഓൾ ദീസ് തിങ്സ്. ബിക്കോസ് നമ്മൾ എപ്പോഴും ഓർത്തോണം, കൺസൈസൻസ് ആൻഡ് ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആവശ്യമില്ലാതെ എലാബറേറ്റ് ചെയ്ത് എഴുതി വെക്കരുത്. കൺസൈസ് ചെയ്യേണ്ടടുത്ത് പ്രോപ്പറായിട്ട് കൺസൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ഇനഫ്. സോ ഇവിടെ കണ്ടില്ലേ, ഒന്നുകൂടെ വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റീഡ്. നമ്മൾ ഇത്രയും കുറേ പോയിൻറ്റ്സ് നമ്മൾ 2 സെൻറ്റൻസിൽ നമ്മൾ അതിനെ കൺസൈസ് ചെയ്തു. If you could do ന് പകരം you can perform എഴുതാം. and provide better management for Jasmine. For the treatment, and make sure that whenever you complete a sentence, try to put a full stop. Okay, നിങ്ങളുടെ punctuations important ആണ്. നിങ്ങൾ punctuation യൂസ് ചെയ്യുമ്പം ഒരു ഫുൾ സ്റ്റോപ്പ് ആയിക്കോട്ടെ, കോമ ആയിക്കോട്ടെ, അതിനെല്ലാം നമ്മുടെ സെൻറ്റൻസിൻ്റെ മീനിങ് പ്രോപ്പർ ആക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. സോ punctuation plays an important role in giving proper meaning to the sentence. So it's always important to put proper punctuations when you write. Okay, so കോമ ആയിക്കോട്ടെ, സെമിക്കോളൻ ആയിക്കോട്ടെ, കോളൻ ആയിക്കോട്ടെ, ഫുൾ സ്റ്റോപ്പ് ആയിക്കോട്ടെ, you have to put that properly. Use that properly. Okay, so that is the letter, and you can read these paragraphs again, and if you have any other questions regarding writing, you just ask me now. I'll be answering for you. Okay,
We have 5 more minutes. You can just comment your doubts, or if you have any questions, you can just comment it. I'll be answering it right now. സോഷ്യൽ ഹിസ്റ്ററി നമ്മൾ ആദ്യം എഴുതുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കേസ് നോട്ട്. ആൻഡ് അഗെയിൻ നമ്മൾ സോഷ്യൽ വർക്കറിന് ഒരു ലെറ്റർ എഴുതുമ്പം 90% ഓഫ് ദ ടൈമിലും നമുക്ക് സോഷ്യൽ ഹിസ്റ്ററി ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ബിക്കോസ് അതും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഒരു കേസ് നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എപ്പോഴും നമ്മൾ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. വി കനോട്ട് സേ ദാറ്റ് സോഷ്യൽ വർക്കറിന് ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സോഷ്യൽ ഹിസ്റ്ററി എഴുതിയാൽ മതി എന്നൊരിക്കലും നമുക്കെന്താ ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു 80% ടൈമിൽ, ഒരു 90% ടൈമിലും സോഷ്യൽ വർക്കറിന് നമ്മൾ എഴുതുമ്പം സോഷ്യൽ ഹിസ്റ്ററിക്കാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സിൻസ് ഈസ് എ നോൺ മെഡിക്കൽ പ്രൊഫഷണലാണ്, അന്നേരം ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം, ഹോസ്പിറ്റലിൽ നടന്ന കാര്യമൊന്നും സോഷ്യൽ വർക്കറിന് അറിയേണ്ട ആവശ്യമില്ല, ആൻഡ് മെഡിക്കൽ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സോ എപ്പോഴും നമ്മൾ സോഷ്യൽ ഹിസ്റ്ററി പോലത്തെ കാര്യങ്ങൾ, ഹിസ്റ്ററിക്കൊക്കെ ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. മിസ് ഓർ മിസ് ബിഫോർ ഹർ നെയിം. ഇവിടെ നമ്മുടെ പേഷ്യൻ്റ് എന്ന് പറയുന്നത് 3-year-old ബേബിയാണ്. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് നെയിമാണ് കൊടുക്കുന്നത്. അതിന് നമ്മൾ മിസ്, മിസ്റ്റർ അങ്ങനത്തെ ഒന്നും കൊടുക്കണ്ട, ബേബിയാണ്. ബട്ട് അതിന് മേലിലോട്ടുള്ളതാണെങ്കിൽ മിസ്റ്റർ, മിസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇഫ് കോമ ഈസ് നെസസറി ആഫ്റ്റർ ദ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റ്. It would be appreciated. ഈഫിന് മുമ്പ് കോമ വേണം എന്നാണ് യൂസ് ചെയ്തത്. ചോദിച്ചത് എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. കണക്റ്റേഴ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് അക്കോർഡിംഗ് ടു റീസെൻറ്റ് OET അപ്ഡേറ്റ്സ്. ഓക്കെ, കണക്റ്റേഴ്സിൻ്റെ കാര്യമാണ് ചോദിച്ചല്ലേ. കണക്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദർ ആർ മെനി കണക്റ്റേഴ്സ് ജസ്റ്റ് ലൈക്ക് ഹവർ. ട്രാൻസിഷണൽ ഫ്രേസസ് ഉണ്ട്, നമ്മൾ ഈ കറൻ്റ്ലി, ടുഡേ, അങ്ങനത്തെ കുറേ ട്രാൻസിഷണൽ ഫ്രേസസ് ഉണ്ട്. ഓൺ എക്സാമിനേഷൻ, ഇതെല്ലാം നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ ഫ്രേസസ് ആണ്. ഇതല്ലാതെ കണക്റ്റേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് you can use however, therefore, but you can use because, then you have to avoid this, hence. ഇങ്ങനത്തെ this, hence, so നമുക്ക് റെയർ യൂസ് ചെയ്യാം, ബട്ട് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. this, hence, so അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതൊന്നും ഇപ്പം കണക്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നില്ല. however, therefore, but യൂസ് ചെയ്യാം. then you have consequently, subsequently, although, even though, in addition, currently, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ ആസ് വെൽ ആസ്, ആൻഡ്, ഫോർ വിച്ച്, ഇതൊക്കെ യൂസ് ചെയ്യാവുന്ന കണക്റ്റേഴ്സാണ്. ബേബി എന്ന് പറയാം, ബട്ട് ബേബി ജാസ്മിൻ എന്ന് പറയണം എന്നില്ല. ഇപ്പം നമ്മൾ ഏജ് കൊടുക്കുകയാണെങ്കിൽ ജാസ്മിൻ 3-year-old ബേബി എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, പക്ഷേ എല്ലാ എല്ലായിടത്തും അത് ബേബി എന്ന് പറയണം എന്നില്ല. അതിന് പകരം നമുക്ക് പ്രൊനൗൺസ് ഉണ്ടല്ലോ, നമുക്ക് ഹെർ എന്നുണ്ട്, അല്ലെങ്കിൽ ഷീ ഉണ്ട്, അത് യൂസ് ചെയ്യാം കേട്ടോ. സോ കണക്റ്റേഴ്സിനെ പറ്റി ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? ഹവർ, തെയർഫോർ, ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചത്തെ ലൈവിൽ, ഫ്രൈഡേയിലെ ലൈവിൽ എടുത്ത് നോക്കിയാൽ കണക്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ലൈവ് സെഷൻ കയറി കണ്ടു നോക്കുക കേട്ടോ. ഇതിന് മുമ്പ് റൈറ്റിങ്ങിൻ്റെ ലൈവ് സെഷൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. കണക്റ്റേഴ്സിൻ്റെ ക്ലാസ്സാണ്, കണ്ടു നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഐ ബി എക്സ്പ്ലെയിനിങ് ഇറ്റ്. ഓക്കെ, ഹവർ, തെയർഫോർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന കണക്റ്റേഴ്സാണ്. ആൻഡ് ഐ ഹോപ്പ് ഈ ലെറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടെൽ us. ആൻഡ് വൺ മോർ തിങ്, ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ഫോർ കണക്റ്റേഴ്സ്. ടിസ് എൻ്റെ എല്ലാ ലൈവിലും കൂടുന്നതാണ്. സോ ടിസ്ന്ന് അതറിയാം. ലാസ്റ്റ് ക്ലാസ് നമ്മൾ കണക്റ്റേഴ്സാണ് പഠിപ്പിച്ചത്. യെസ്, സോ നമുക്ക് കോട്ടയം IELTയുടെ കോട്ടയം റെഗുലർ ബ്രാഞ്ചിൽ ഈ വരുന്ന നെക്സ്റ്റ് മന്ത് ജൂൺ 20 പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ്സ് നേരത്തെ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രീമിയം ബാച്ചസ് ആണ്. 15 മുതൽ 20 സ്റ്റുഡൻസ് മാത്രമേ ഒരു ക്ലാസ്സിൽ ഇരിക്കുകയുള്ളൂ, ഒറ്റ ക്ലാസ് ഞങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ആർക്കെങ്കിലും റെഫർ ചെയ്യണമെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിലും ഉറപ്പ് വരുത്താം. അഡ്മിഷൻസ് ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ക്ലാസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലൈവ് സെഷൻ. ആൻഡ് ഐ ബി കമ്മിങ് അഗെയിൻ വിത്ത് അനദർ ന്യൂ ലൈവ് സെഷൻ. റൈറ്റിംഗ് നോട്ടിൽ ഒത്തിരി ലൈവായിട്ട് ഞാൻ ഇനി വരുന്നതാണ്. നെക്സ്റ്റ് വീക്കൊക്കെ നമ്മൾ ലൈവ് കാണും. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ചിത്ര.
Sarida, Anita, thank you Anita, Ampli. Yes, so ellarkum thank you so much for watching. Yes, and നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇട്ടാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. Otherwise you can just contact IILT. Okay. Yes, thank you everyone and good night. Have a good sleep. ആൻഡ് നാളെ എക്സാം എഴുതുന്നവർക്ക് പ്രത്യേകം ഒരു ബെസ്റ്റ് വിഷസ്. നല്ല റിലാക്സ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോയി എക്സാം എഴുതുക. സ്ട്രെസ് ഒന്നും ആവണ്ട, റിലാക്സ് ചെയ്ത് എക്സാം എഴുതുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാമിനേഷൻ. ഓക്കെ അഞ്ജലി, ഓക്കെ ബൈ അഞ്ജലി. ചിത്ര ബൈ. Bye everyone. Benita. Bye Benita.